ഈ കേസ് കൊടുക്കുമ്പോ തന്നെ ഇപ്പൊ കുറെ പേര് വന്നിട്ട് ചോദിച്ചു, നിനക്ക് ബോധമില്ലേ, നീ ആരുടെ അഗേൻസ്റ്റാ കേസ് കൊടുക്കുന്നത്? വളരെ ശരിയാണ്. പക്ഷെ നമുക്കൊരു സ്വന്തം സ്വന്തം സംതൃപ്തിക്ക് അപ്പുറത്തേക്ക് ഈ പറയുന്ന ഞാൻ പറയുന്നത് കള്ളമാണ് എന്ന് കുറെ പേര് പറഞ്ഞപ്പോഴേ എന്നാ പിന്നെ അവൻ കേസ് കൊടുക്കാത്ത എന്താന്ന് ചോദ്യം വന്നപ്പോഴാണ് എന്നാ ഓക്കെ എന്നാ നമുക്ക്. പക്ഷെ അതൊരിടത്തും എത്തില്ല എന്ന് നമുക്കറിയാം. ഇതൊന്നും ഞാൻ തുടങ്ങി വെച്ചതല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നും നമ്മൾ ഇത് അവര് തന്നെ തുടങ്ങിയതാണ്. അവര് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, സംഭവിച്ചു പോയി, ക്ഷമിക്കണമെന്ന് പോലും വേണ്ട, വിട്ടുകളയും എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നില്ലേ. ഞാൻ വിളിക്കുമ്പോ ഇവരാരും ഫോൺ എടുക്കുന്നില്ല. ഇവരുടെ കയ്യിലൊക്കെ എൻ്റെ നമ്പർ ഉണ്ട്. ഞാൻ വിളിക്കുന്നത് ഇനിഷ്യലി നമുക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനും ബിഗ് ബോസ് എന്ന ഒരാളുടെ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടീനെ വിളിച്ചു. ആ പെൺകുട്ടി എൻ്റെ കോളൊന്നും എടുക്കുന്നില്ല. പിന്നെ അതെടുക്കാതെ വന്നപ്പോഴാണ് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ വിളിക്കുക. ഈ ചാനലിലാണ് എനിക്ക് കണക്ഷൻ. ചാനലിലെ ആൾക്കാരൊക്കെ ഞാൻ ബാക്ക് ടു ബാക്ക് വിളിക്കുന്നു, ആരും ഫോൺ എടുക്കുന്നില്ല. എൻ്റെ നമ്പർ അറിയാവുന്ന സേവ് ചെയ്യുന്ന ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരായിരുന്നു ഇവരെല്ലാം. ആരും എടുക്കുന്നില്ല. ഫൈനലി പാതിരാത്രി 10, 11 മണിയായപ്പോഴാണ് ഒരാൾ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഉച്ച തൊട്ട് വിളിക്കുകയാണ്, ആരും എടുക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പം സിബിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് പപ്പ മമ്മിയൊക്കെ വിളിക്കുന്നു, എന്താ ഏതാന്ന് അറിയാണ്ട്. അപ്പം അപ്ഡേറ്റ് നമ്മളോടല്ലേ ചോദിക്കൂ. അതെ, സിബിനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതെങ്ങനെ എന്നോട് പറയണേ. അപ്പൊ ആരെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് വരണം, ചെന്നൈയിൽ വന്ന് പുള്ളീനെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചിന്തിക്കണത് മറ്റേ ഭ്രാന്ത് പിടിച്ച് ഓടണത് ശോഭന, സത്യം. എന്നിട്ട് ഞാൻ ആലോചിക്കണ്ട, ഈശ്വരൻ ഞാൻ ഒറ്റയ്ക്ക് പോയി എന്റെ കൈ നിൽക്കുമോ, ഇതൊക്കെയാണ് ഞാൻ ആലോചിക്കണേ. എന്നിട്ട് ഞാൻ ആ പുള്ളിനോട് ചോദിക്കുകയും ചോദിച്ചു, സാർ അപ്പൊ അവിടെ നിന്ന് ആരെങ്കിലും വരുമോ കൂടെ? ഇല്ല, അത് ഇപ്പൊ ആരാ വരണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ സിബിനെ വിടാം, ഇതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ വരാം. എന്നോട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും വരണം, വന്ന് സിബിനെ കൊണ്ടുപോകണം, ഇതാണ് എന്നോട് പറഞ്ഞത്. വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം. നീ എടുക്കുന്ന എക്സ്ക്ലൂസീവ് പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല, എന്നാലും പറയാം.